നാട്ടുവഴിയിലെ കാറ്റുമൂളണ പാട്ടു കേട്ടില്ലേ? നല്ല കദളിക്കൂമ്പിനുള്ളിലെ തേൻ കുടിച്ചില്ലേ? കൊതിയൂറി നിന്നില്ലേ? കണ്ണാരം പൊത്തിയൊളിച്ചും പുന്നാരം കണ്ടുപിടിച്ചും ആഞ്ഞിളി മൂട്ടിലൊളിച്ചു കളിച്ചില്ലേ? ഈ നാട്ടുവഴിയിലെ കാറ്റുമൂളണ പാട്ടു കേട്ടില്ലേ? നല്ല കദളിക്കൂമ്പിനുള്ളിലെ തേൻ കുടിച്ചില്ലേ? കൊതിയൂറി നിന്നില്ലേ? ചെമ്മുകിലാടയണിഞ്ഞൊരു മാനം പുഞ്ചിരി തന്നില്ലേ? ചന്ദ്രനിലാവിലലിഞ്ഞൊരു രാവിൻ ചന്തമുറഞ്ഞില്ലേ? കണ്ണാന്തളിക്കാവിൽ കളിയാട്ടം കണ്ടില്ലേ? മഞ്ചാടി പല്ലാങ്കുഴി കൊണ്ടു നടന്നില്ലേ? കതിരോലകളാടി മതിച്ചു രസിക്കണ പാടം പൂത്തില്ലേ? നാട്ടുവഴിയിലെ കാറ്റുമൂളണ നല്ല കദളിക്കൂമ്പിനുള്ളിലെ തേൻ കുടിച്ചില്ലേ? കൊതിയൂറി നിന്നില്ലേ? മഞ്ഞല മാഞ്ഞു വരും മഴയോ മുടി മാടിയൊതുക്കില്ലേ? പാദസരങ്ങളണിഞ്ഞൊരു പൂമ്പുഴ മാടി വിളിച്ചില്ലേ? ചുണ്ടിൽ ചിരിചോരും മരിമുല്ല പെൺകൊടിയേ, പാവാടപ്രായം 17 കഴിഞ്ഞില്ലേ? പുകിലാടിയ വേനലൊഴിഞ്ഞു മറഞ്ഞതു മാറുമറിഞ്ഞില്ലേ? ഈ നാട്ടുവഴിയിലെ കാറ്റുമൂളണ പാട്ടു കേട്ടില്ലേ? നല്ല കദളിക്കൂമ്പിനുള്ളിലെ തേൻ കുടിച്ചില്ലേ? കൊതിയൂറി നിന്നില്ലേ? നീ പോയി നോക്കി വാ. അമ്മയും കുഞ്ഞമ്മയും ഉണ്ടോന്ന് നോക്കി വാടാ. അങ്ങനെ ഇപ്പൊ വേണ്ട, എന്നിട്ട് വഴക്ക് എനിക്ക് കിട്ടാൻ. പിന്നെ വേലവയിലിരിക്കട്ടെ. പപ്പു, ഇവിടെ വാ. വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കയറൊന്നും വേണ്ട അല്ലേ? എവിടെയായിരുന്നു ഇതുവരെ? ചോദിച്ച കേട്ടില്ലേ? ഇതുവരെ എവിടെ ആയിരുന്നു? ഞങ്ങള് ബണ്ട് കാണാൻ പോയതാ. ബണ്ട്? ചേച്ചി, ചേച്ചി. എന്താ? ദേ ചേച്ചിയുടെ ഓമന പുത്രൻ വന്നിരിക്കുന്നു. ഓ, സാറിങ്ങി എത്തിയോ? ഇനി നമ്മുടെ ഒരു സന്തതി ഉണ്ടായിരുന്നല്ലോ, അവൻ എവിടാന്നാ? അവന് നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? അവനപ്പുറത്തേക്ക് ഓടിപ്പോയി. കഷ്ടി 1 മാസം കൂടി കഴിഞ്ഞാൽ റിസൾട്ട് വന്ന് എഞ്ചിനീയറിംഗിന് പോയി പഠിക്കേണ്ട ചെറുക്കനാ. എന്നാലോ പിള്ളക്കുട്ടി കളിച്ച് നടക്കുക. എന്റെ അമ്മേ, എഞ്ചിനീയറിംഗ് കോഴ്സിന് പോവേണ്ടത് കൊണ്ടല്ലേ ഞാൻ ഈ ബണ്ടൊക്കെ കണ്ട് പഠിക്കാൻ പോയത്. ബണ്ട് പഠിക്കാൻ പോയിരിക്കുന്നു. ചെറുക്ക, ഞാൻ വെച്ചു തരും കേട്ടോ. പകല് മുഴുവൻ വറപട്ടിണിയായിരുന്നു എന്ന് കണ്ടാൽ അറിയാം. വേണമെങ്കിൽ എന്തെങ്കിലും പോയി വാങ്ങിച്ച് കഴിക്കേ. പപ്പുവിന് ഓർമ്മ വെച്ച പിന്നെ ഇതാദ്യമല്ലേ ഇത്ര നീണ്ടൊരു താമസത്തിന് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ പിന്നെ അവനെല്ലാം നല്ല കൗതുകമല്ലേ? അല്ല, ചേച്ചി പോലും നാട്ടിലിറങ്ങിയ ഒത്തിരി പുതുമകളായിരിക്കും. ഓ, എന്റെ പുതുമയൊക്കെ പെട്ടെന്നങ്ങ് തീരില്ലേ? ഇനി ശിഷ്ടകാലം ഇവിടെ തന്നെയാകുമ്പോ ഒത്തിരി കാലം ഇവിടം വിട്ടു നിന്നതിന്റെ ശീലക്കേടൊക്കെ അങ്ങ് തീരും. കാണാം പപ്പു പോയി കഴിഞ്ഞ.
അമ്മേ ചേച്ചി ഒരു പണിയുണ്ട് കാണിച്ചു കൊടുക്കാം. എടാ എഞ്ചിനീയറെ, ഇനി എന്നാടാ നിനക്കൊരു പാകത വരുന്നേ? എന്നാ എപ്പോഴും ആ ഇളയ പെണ്ണിനെ ഉപദ്രവിച്ച് കരയിച്ചോളൂ. നാണമില്ലേ നിനക്ക്? അതൊക്കെ അങ്ങ് മാറത്തില്ലയോ? ഒന്ന് ടൗണിൽ പോയി 3 മാസം കഴിഞ്ഞ് കാണാം ആളങ്ങ് മാറി വലിയ എഞ്ചിനീയറായി വരുന്നത്. ഓ, മാറുന്നു. ചമ്മന്തി ഇല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ കളി കുറെ കൂടി പോകുന്നുണ്ട്. എന്താ പരിധി ഇത്? ചേച്ചിയോട് ഞാൻ എപ്പോഴും പറയാറില്ലേ കുട്ടികളെ അടിക്കേണ്ട പണി കൊടുത്ത് തന്നെ വളർത്തണോന്ന്. ദേ നോക്ക്. എടാ, അയ്യോ, ഇത്രയ്ക്കൊന്നും ഞാൻ ചെയ്തില്ല. ഇതൊന്നും എന്റെ പണിയല്ല കുഞ്ഞമ്മേ. ഇച്ചിരി വെള്ളം അവളുടെ മുഖത്ത് തളിച്ചു, അതേ ചെയ്തുള്ളൂ. ആഹാ, നീ ഒന്നും അറിഞ്ഞില്ലേ? ദേ എന്നോട് കള്ളം പറഞ്ഞോണ്ടല്ലോ. ഒരു കുടം വെള്ളം എന്റെ തലയിൽ കമിഴ്ത്തി, പിന്നെ എന്നെ അടിക്കുകയും നുള്ളയോ ഒക്കെ ചെയ്തു. കണ്ടോ കണ്ടോ അമ്മേ? വന്ന് പപ്പു, നിന്റെ വിളച്ചിലിച്ചിട്ട് കൂടുന്നുണ്ട്. അല്ല, അച്ഛൻ ഓരോ കത്തിലും പറയും നിന്നെ കണിച്ചമായിട്ട് പിടിച്ചോണേന്ന്. പനി പിടിക്കാൻ ഇനി ഇത് മതി. വാ. ഗോവിന്ദാ, ദാ. അയ്യോ, ഓടിക്കോ, ഓടിക്കോ. അയ്യോ. ദാ, നിക്കണം. ഗോവിന്ദാ. ഗോവിന്ദാ, ദാ, നിക്കാനാ പറഞ്ഞേ. ദാ. ദേഹത്തൊന്ന് കൈയിട്. എന്തിനാ ഇനി ഓടാനാ? ഓടുകയില്ല ചാടുകയില്ല, വിട്ടു നോക്ക്, അപ്പ അറിയാം. ഡാ, നീ എന്തിനാ ശാന്തിയുടെ തലയിൽ വെള്ളം കോരി ഒഴിച്ചത്? എന്നെ തല വിളിക്കാനാ? ഇതെല്ലാം ഈ കുഞ്ചിന് പണിയാ. ആണോ? ഇത് പച്ചക്കള്ള, ഞാൻ കണ്ടല്ലോ വെള്ളം കോരി ഒഴിക്കുന്നത്. എടീടി, നീ എന്റെ അനിയത്തിയാ. നമ്മൾ രണ്ടുപേരും ഒരു ശാഖയാ. എനിക്കെതിരായിട്ട് എന്റെ കുഞ്ചി സാക്ഷി പറയരുത്. നീ കണ്ടോടി കുഞ്ചി? ഞാൻ കണ്ടതാ, എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ, സത്യം. അയ്യോ പപ്പുചേട്ടൻ വീണ്ടും. ശരി ശരി. അയ്യോ, ഇനിയിപ്പോ കൊല്ലുന്നെങ്കിൽ കൊല്ല്, വളർത്തണെങ്കി വളർത്ത്. എന്താ വലിയൊരു പരിഹാസം? ഏയ്, പരിഹാസമൊന്നുമില്ല. ഇപ്പോഴും കൊച്ചു പിള്ളേരെ പോലെ കുമിളി ഉണ്ടാക്കി നിൽക്കുന്ന കണ്ടപ്പോ ചിരി വന്നു പോയതാ. ഓ, ഒരപ്പൂപ്പൻ വന്നിരിക്കുന്നു. ഞാൻ കണ്ടു. വലിയ എഞ്ചിനീയർ ആകുമ്പോ ഒന്നാള് പാവം പിള്ളേരെ ഇട്ട് ഓടിക്കുന്നത്. ആഹാ, അങ്ങനാണേല് ഇയാളൊരു കുമിള ഉണ്ടാക്കി കാണിക്കും, എന്നിട്ടാവട്ടെ വാചോടി. ഓ, അതാ അത്ര വലിയ പാട്. ദാ പിള്ളേരെ നോക്കിക്കോ, നമ്മുടെ പപ്പു ചേട്ടനിതാ ആരും ഇന്നേ വരെ ഉണ്ടാക്കിയിട്ടില്ലാത്തത്ര വലിപ്പമുള്ള കുമിള ഉണ്ടാക്കാൻ പോകുന്നു. നോക്കിക്കോ, എല്ലാരും ഒന്ന് കൈയടിച്ചേ. ഓ, ഇതിപ്പോ അത്രയ്ക്ക് കൂവേണ്ട കാര്യമൊന്നുമില്ല. പിന്നെന്തോന്നിനാ തോറ്റത്? ആര് പറഞ്ഞു തോറ്റുന്ന്? ഒരൊറ്റ മണിക്കൂർ നേരത്തെ പ്രാക്ടീസ്. ബലൂണിന്റെ അത്ര വലുപ്പമുള്ള കുമിള ഞാൻ ഉണ്ടാക്കി ഓ, കാണിക്കാം. പിന്നെ വാചകം മാത്രം. ബലൂണിന്റെ അത്രയും വലുപ്പേ. എന്തിനാ പപ്പു ഇങ്ങനെ പുളു എടുക്കുന്നേ? എല്ലാത്തിനും ചേച്ചി, അതെ, നിക്ക്. നമുക്ക് ആ കിളിയുടെ മുട്ട വിരിഞ്ഞു നോക്കാം. വേണ്ട പപ്പു, ദിവസവും ചെന്ന് തൊട്ട് നോക്കിയാൽ അത് വിരിയത്തില്ല. അതൊക്കെ വിരിയും. വാ, വന്നേ.
പപ്പൂസേ, മനുഷ്യന്റെ മണം അടിച്ച തള്ളക്കിളി തിരിഞ്ഞു നോക്കൂല. തള്ളക്കിളിയും തിരിഞ്ഞു നോക്കും, തന്തക്കിളിയും തിരിഞ്ഞു നോക്കും. ഏയ് വേണ്ട പപ്പു, ദോഷം ചെയ്യാൻ എന്താ ഒരു ഉത്സാഹം. ഓ പിന്നെ. അയ്യോ നീറ്. പപ്പു വേഗം വേഗം ചാട്. ഓ, കേട്ടിട്ടില്ലേ മൂത്തൊരു ചൊല്ല് മുതു നെല്ലിക്കാന്ന്? ഞാൻ പറഞ്ഞില്ലേ? പിന്നെ ഞാൻ പറഞ്ഞതാ കൂടി ചെകയാൻ പോണത് ദോഷമാണെന്ന്. ഇപ്പൊ എന്തായി? കിട്ടിയില്ലേ? ഇവിടെ നീറും കടിച്ചു. എന്താ റിസൾട്ട് അറിയുന്നേ? അടുത്തുപോയി. എഞ്ചിനീയറായി ഇവിടെ ഞാനൊരു പാലമൊക്കെ പണിത് ഞങ്ങൾക്കൊക്കെ അതിലൂടെ നടക്കാനുള്ള ഭാഗ്യം ഉണ്ടാവോ? അതൊക്കെ കണ്ടോണം. ഓഹോ. അയ്യോ പപ്പു വാ. അപ്പോഴ് കഴിഞ്ഞ ദിവസം പപ്പുവിനോട് ഞാൻ ബോർഡറിൽ ഞങ്ങളുടെ റെജിമെന്റ് പുഴ മുറിച്ച് കടന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു? അപ്പുറത്ത് ശത്രുക്കൾ ഒളിച്ചിരിപ്പുണ്ടെന്ന അറിവോടെയുള്ള ആ ആക്ഷൻ. അതെ, പിന്നെ ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോൾ അത്ര പോരാ. അത് ഞാൻ വേറെ രീതിയിൽ എഴുതി ഒപ്പിച്ചു. പപ്പുവിനെ ഞാൻ ഇപ്പോൾ വായിച്ചു കേൾപ്പിക്കാം. അയ്യോ മാമ, അത് പിന്നെ ഇന്ന് എനിക്ക് വല്ലാത്തൊരു തലവേദന, അതുകൊണ്ട് കേൾക്കാൻ ഒരു മൂഡില്ല. ചിലപ്പോ ഇത് വായിച്ചു കേൾക്കുമ്പോ നല്ല മൂടാവും. രാജ്യസ്നേഹത്തിന്റെ കഥകൾ കേട്ടാല് ആരും ഉഷാറായി പോകത്തില്ലേ? എന്റെ ഈ പുസ്തകം ഒന്ന് പുറത്ത് വന്നോട്ടെ, പിന്നെ പപ്പുവിനെ പോലെയുള്ള ചുണ കുട്ടന്മാര് പട്ടാള റിക്രൂട്ട്മെന്റിലേക്ക് അങ്ങ് ഇരച്ചു കയറും. അതിന് മാമന്റെ പുസ്തകം എന്നാ ഒന്ന് പുറത്തു വരുന്നത്? ഇതിപ്പോ എഴുത്ത് തുടങ്ങിയിട്ട് വർഷം 7 നിനക്കൊക്കെ എന്തോന്ന് അറിയാം? ഇത് അങ്ങനെ കളി മട്ടിൽ എഴുതി തീർക്കേണ്ട സാധനമല്ല. എന്റെ ഉടപ്പറന്നോനെ, ആ കടലാസ് അവിടെങ്ങാനും ഇട്ടിട്ട് ഒന്ന് എഴുന്നേറ്റ് വന്നാട്ടെ. 10:30 ബസ്സിന് പോയാലേ പെൻഷൻ വാങ്ങിച്ചോണ്ട് നേരത്തെ കാലത്തെ തിരിച്ചു വരാനൊക്കത്തുള്ളൂ. പറഞ്ഞേക്കാം. പിന്നെ അങ്ങോട്ട്. എടി കൊച്ചേ, 10:30-ക്കല്ല 12:30-ക്കുള്ള ബസ്സിന് പോയാലും എന്റെ പെൻഷൻ ഇരിക്കേണ്ടിടത്ത് എന്റെ ഇരിക്കും. അതെ, പട്ടാളക്കാരന്റെ പെൻഷനാ നാരായണി. എങ്ങും ഓടി പോകത്തില്ല, ആരും കൊണ്ടുപോവുകയില്ല. എനിക്ക് ചെയ്തൊന്നുമില്ല. പെൻഷൻ മാസത്തിൽ ഒരിക്കലേ ഉള്ളൂ. പറഞ്ഞേക്കാം. എന്തുവാണ് കാണിച്ചോ? രാജ്യസ്നേഹം ഇല്ലാത്ത കൂട്ടങ്ങള്. അമ്മേ, ഇത് കണ്ടോ? അമ്മണി, അമ്മണി. ആഹാ, വന്നല്ലോ പിറന്നാളോട്ടെ. അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ? ഒരു തുള്ളി പായസം അവൻ ഇന്ന് കൊടുക്കല്ലേ? പായസ കൊതിയൻ. രതി ചേച്ചിയുടെ എത്രാമത്തെ പിറന്നാളായത്? ഇന്ന് പിറന്നാളാണ്, പ്രായം പറയാൻ പാടില്ല. ചേച്ചി, നീ തന്നെ അങ്ങ് വെച്ചു കൊടുത്തേരും മോളെ. അല്ലെങ്കിൽ ഇനി അതിന്റെ പേരിൽ അടിയും പിടിയും കരച്ചിലും ബഹളവും ഒക്കെ ആവും. എനിക്ക് ശാന്തി, നീ ചെന്നൊരു ഗ്ലാസ് എടുത്തോണ്ട് വാ. അവന്റെ ഒരു കൊതി കണ്ടില്ലേ? എത്ര പെട്ടെന്നാ കാലം പോകുന്നത്. നാരായണി ചേച്ചി നിന്നെ പ്രസവിച്ചത് ഇന്നലത്തെ പോലെ ഇരിക്കുന്നു. ചേച്ചി, ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മുടെ വീട്ടിലാ. അപ്പൊ ഞാനോ? അയ്യോ, സാറ് വരണ്ട. സാറ് വന്ന അവിടെ ബാക്കി ആർക്കും ഒന്നും കിട്ടൂല. ചേടാ, അയ്യോ, ഇനി അത് മതി വഴക്കിന്. എന്റെ പൊന്നു രതി, നീ ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോ. എനിക്കൊന്ന് സ്വൈര്യം കിട്ടണം. ആ, അപ്പുറത്ത് പപ്പും കുഞ്ചിയുണ്ട്. വാ പുളിക്ക്. ആ ആ ആ ആ. കൊള്ളാം. എന്നും ഇങ്ങനെ പിറന്നാളുകൾ ഉണ്ടാവട്ടെ. എന്നിട്ട് ഞാൻ എളുപ്പം വയസ്സായിക്കോട്ടെ എന്ന്. എന്തൊരു കുശുമ്പ്. സാറിനെ ഊണിന് ക്ഷണിക്കാൻ കൂടിയാ വന്നത്. പിന്നെ
ഇങ്ങനെയൊന്നും ക്ഷണിച്ചാലേ ഞാൻ വരില്ല. പിന്നെ എങ്ങനെയാ തമ്പ്രാനെ ക്ഷണിക്കാൻ വരണ്ടേ? പല്ലക്ക് കൊണ്ടുവന്ന് എടുത്തോണ്ട് പോണായിരിക്കും. ആ പല്ലക്കിലോ മഞ്ചലിലോ തോളിലോ എങ്ങനെയാണേലും കുഴപ്പമില്ല. അങ്ങനെ ഇപ്പൊ വരണ്ട. ഓ വേണ്ടല്ലോ. പപ്പുവിനെ ഞാൻ കൊച്ചുനാളില് കുറേ എടുത്തോണ്ട് നടന്നിട്ടുണ്ട്, അറിയാമോ? ഞാൻ കൊച്ചായിരുന്നപ്പോ എന്റെ ഒരു പല്ലൊടിഞ്ഞു പോയി. പപ്പുവിന് ഓർമ്മയുണ്ടോ? അന്ന് എനിക്ക് 10 വയസ്സ്, പപ്പുവിന് 2. നമ്മളെല്ലാം കൂടെ കുന്നിന്റെ മുകളിൽ അമ്പലത്തിൽ തൊഴാൻ പോയി. എനിക്ക് പപ്പുവിനെ എടുക്കണം. പപ്പുവോ ആരെ കൊണ്ടും എടുക്കാൻ സമ്മതിക്കത്തില്ല. ഒടുവിൻ ഞാൻ തൂക്കിയെടുത്ത് പടി കയറുമ്പോഴുണ്ടല്ലോ, ദാ കിടക്കുന്നു രണ്ടും കൂടെ തടുപടാന്ന്. എന്റെ ഒരു പല്ല് ഡിം. അല്ല, അന്നൊക്കെ എന്ത് നല്ല കുട്ടിയായിരുന്നു. അത് പിന്നെ അയ്യടാ. പിന്നെ ഉച്ചയ്ക്ക് നേരത്തെ വരണേ. ചൂടാണ്. അല്ല, നമ്മുടെ പപ്പു എന്തേ കണ്ടില്ലല്ലോ? അവൻ ആ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്ന കണ്ടു. ഈയിടെയായിട്ട് അവൻ അങ്ങനാ. ആ വന്നല്ലോ. ആ ഇതാര് പപ്പു കുട്ടി ഭാഗവതരോ? അവന്റെ അച്ഛന്റെ ജുബായ. ഭാഗവതരെ അല്ലേ, ഇയാളിന്ന് വല്ല പെണ്ണുകാണലും കഴിഞ്ഞ് വരുവാന്നോ? വേഗം നടക്ക. അമ്പാനെ, ഞാൻ വന്നത് മുതൽ കൊച്ചുമണിയെ അന്വേഷിച്ചായിരുന്നു. നീണ്ട ഒരു ഊരു ചുറ്റില്ലായിരുന്നു. ഈ കര യാത്രാമാർഗത്തിലില്ലായിരുന്നു. പക്ഷേ അമ്പാന്റെ വരവ് ഞാൻ അറിഞ്ഞു. അതെങ്ങനെ? വിത്തിടേണ്ട മണ്ണ് ഞാൻ കാണുന്നു. കവലെ വെച്ച് അമ്പാന്റെ അമ്മയെ ഞാൻ കണ്ടിരുന്നു. ഉറപ്പ് കൊടുത്തു, അമ്പാന് പെരുമയുള്ള വിജയവും ഉന്നത പഠനവും. ദാ കൊച്ചമ്മ 10 രൂപയും തന്നു. പിന്നെ അമ്പാനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. കൊച്ചുനാൾ ഈ കൊച്ചമ്മണിയുടെ കാര്യം പറഞ്ഞ് അമ്മ പേടിപ്പിച്ചിരുന്നല്ലേ? ആ പേടി ഇപ്പോഴും ഉണ്ടോന്നാ? ഓ പിന്നെ പേടി. എന്നാല് കൊച്ചുമണി എനിക്കിപ്പൊ കണ്ടപ്പോഴേ ഏതോ പഴങ്കഥയിലെ ഒരു കഥാപാത്രമായിട്ടാ തോന്നുന്നേ. വിത്തുകൾ കാറ്റിലൂടെ പാറി വരുന്ന മന്ത്രം ഞാൻ കേൾക്കുന്നുണ്ട്. അത് അമ്പാൻ കേൾക്കുന്നുണ്ടോ? तेरे नैना तेरे नैना तेरे नैना तेरे नैना ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണിപ്പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണിപ്പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. എന്റെ കരൾ കൊമ്പിലും ചാറ്റുമഴച്ചോലയിൽ വന്നു പൂത്തുലഞ്ഞിടുമോ ചൊല്ലാതിരേ ചെന്താമരേ. ചെമ്പകപ്പൂങ്കാട്ടിലെ ചന്ദനവെയിലിൽ ഈ കുങ്കുമ വഴിയിൽ പതിവായി നിന്റെ കവിൾ ചുവന്നതു കണ്ടു നിന്നില്ലേ. കാർത്തിക നാളിൽ രാപ്പൂത്തിരി തെളിയേ
അരികിൽ നിന്റെ മുഖം തൊടുത്തതു ഞാൻ അറിഞ്ഞില്ലേ, അറിയാതെ കുളിർമിഴി മുനപ്പതിയെ മനസാകെ കുടമലരുകളുലയേ സുഖമഴ നനയണ ലഹരിയിൽ മനം തിരയുവതായി ചെന്താമരേ ചെമ്പകപ്പൂങ്കാട്ടിലെ ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. ആൽമരത്തണലിൽ കൂത്തമ്പല നടയിൽ ഒരു നാൾ മകം തൊഴുതിറങ്ങണ കണ്ടു നിന്നില്ലേ, ആറ്റിറം പഴകിൽ ഈ തരിമണൽ വിരിയിൽ ഋതുവായി കുളി കഴിഞ്ഞിറങ്ങണ നാണം കണ്ടില്ലേ, പറയാതെ കളി പറയണ കനവിൽ അനുരാഗം മഷി എഴുതണ കഥയിൽ പുതുനിനവുകളിലെ മലരിലെ മധുനുകരുവതായി ചെന്താമരേ. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. എന്റെ കരൾ കൊമ്പിലും ചാറ്റുമഴച്ചോലയിൽ വന്നു പൂത്തുലഞ്ഞിടുമോ ചൊല്ലാതിരേ ചെന്താമരേ. കണ്ടുപിടിച്ചോ? ഇല്ല, വാ. എവിടെയായിരുന്നു? വാ പിള്ളേരെ. ആഹാ, രണ്ടാളും കൂടെ ദാ വരുന്നു പറഞ്ഞ് രാവിലെ പുറത്തോട്ട് ഇറങ്ങിയതാ. എന്താ കൊച്ചുങ്ങൾ നിന്നെ ഒരു പരുവത്തിലാക്കിയോ? എപ്പോഴും അവരുടെ കൂടെ തലകുത്തി മറിഞ്ഞുകൊണ്ടിരുന്ന അല്ലേ? എത്ര നല്ല പിള്ളേരാന്നാ. അല്ലെങ്കിലോ കൊള്ള ബെടുക്കൂസുകളാ. എന്റെ രതി ചേച്ചിയല്ലേ ആള്. മോൻ ദൂരെ ഒറ്റയ്ക്ക് പഠിക്കാൻ പോകുന്ന ഓർത്തുള്ള വഴിപാടുകള് എത്രയായിട്ടും ചേച്ചിക്ക് മതിയാവുന്നില്ല. അതാ. ആ പ്രസാദം വേണ്ടേ? ഗോവിന്ദ, ഈ കുട്ടിക്കല്ലയോ ആദ്യം പ്രസാദം തൊടേണ്ടത്. മുണ്ടും മടക്കി കൊടുത്ത
ആള് വലുതാവുന്നാണോ പപ്പുവിന്റെ വിചാരം? അതൊക്കെ രതി ചേച്ചി നോക്കിക്കോ. എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ആള് വേറെ ആയിരിക്കും. അതിനല്ലേ ദിവസവും 2 മുട്ട. ആഹാ, പപ്പുവിനൊരു ജോലി തരട്ടെ. എന്ത് ജോലി? പറ. സൈക്കിൾ ഇരിക്കല്ലേ, വൈകുന്നേരം ഒന്ന് ടൗണിൽ വരെ പോവാമോ? എന്തിനാന്നറിയട്ടെ, എന്നിട്ട് പറയാം പോവാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. ദാ, കാര്യം അറിയാതെ ഞാൻ പൈസ മേടിക്കുകയില്ല. ശരി, ഇന്ന് പറ്റുകയില്ല, വേണ്ട. പക്ഷെ 2 ദിവസത്തിനുള്ളിൽ അത്യാവശ്യമായിട്ട് സാർ എനിക്ക് ആ വള വാങ്ങിച്ചു തരണം. ഏത് വള? ഹൈസ്കൂൾ മുക്കിലെ കടയിലെ കുപ്പിവള. അല്ല, എന്തോ ഇത്ര വലിയ അത്യാവശ്യം? അതെ, 9ാം ഉത്സവം ആവുമ്പോ ഇട്ടോണ്ട് പോവാനാ. ദാ, ഇതാണ് സൈസ്. 2 ഡസൻ. 1/2 ഡസൻ കറുപ്പ്, 1/2 ഡസൻ കടും ചുവപ്പ്, 1/2 ഡസൻ കടും പച്ച, 1/2 ഡസൻ പപ്പുവിന് ഇഷ്ടമുള്ള നിറം. ആ, ഏതാ പപ്പുവിന് ഇഷ്ടമുള്ള നിറം? രതി ചേച്ചിയുടെ നിറം. വാങ്ങിച്ചോ? രാവിലത്തെ പവർ കണ്ടപ്പോ അടുത്തൊന്നും വാങ്ങിച്ചു തരാൻ സമയം ഉണ്ടാവില്ലെന്ന് തോന്നി. പിന്നെന്തേ ഇപ്പൊ നല്ല ബുദ്ധി തോന്നിയത്? ഇനി വളയിടാത്തോണ്ട് ഉറക്കം വരാതിരിക്കണ്ടെന്ന് വിചാരിച്ചു. നോക്കടാ, സമ്മാനമൊക്കെ കൊടുക്കുന്നത് കണ്ടോ? കാണുന്നുണ്ടടാ, എല്ലാം കാണുന്നുണ്ട്. മതിയടാ. എല്ലാവർക്കും അയലത്ത് ഭാഗ്യം കിട്ടുവോ? യോഗം വേണോടാ, യോഗം. വെറുതെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ശരിയാടാ, നമുക്കൊക്കെ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കാം. ഇങ്ങനെ അളിയാ, കലക്കി അളിയാ. സർപ്പദോഷം ഉള്ളതുകൊണ്ട് ഊരുപേടിയുള്ള ചെറുപ്പക്കാരും താലി കെട്ടാൻ വരില്ല. കഷ്ടം. അതിപ്പോ താലി കെട്ടിയാലല്ലേ സർപ്പദോഷത്തെ പേടിക്കേണ്ടത്. മറ്റു പരിപാടികൾക്കൊന്നും ആ പേടി വേണ്ടല്ലോ. എന്നാൽ എനിക്കിത്തിരി പേടിയുണ്ട്, ഉള്ള കാര്യം പറയാലോ. നീ പേടിച്ചിരുന്നു? പേടിയില്ലാത്ത ചില മിടുക്കന്മാര് ഇപ്പൊ നാട്ടിലിറങ്ങിയിട്ടുണ്ട്, ഇല്ലേ അനിയാ? അല്ല, ഒന്നുമില്ല. എങ്ങനെയാ ഇതിന്റെ ഒരു ലൈൻ എന്നൊന്ന് പറഞ്ഞു തന്നാ തിരക്കേടില്ലായിരുന്നു. എന്തൊക്കെയാ വാങ്ങിച്ചു കൊടുക്കണ്ടേ? ഇപ്പൊ സാർ എന്തുവാ പൊതിഞ്ഞു കൊടുത്ത്? അല്ല, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. വേറൊരു വിരോധം ഉണ്ടായിട്ടല്ല, ഒരു വിരോധം ഉണ്ടായിട്ടല്ല.
പിന്നിങ്ങനെ ഇത് കാറ്റടിച്ച് മുറിഞ്ഞോ? നോക്കിക്കോ, ഇത് ഞാൻ പപ്പുവിന്റെ കുഞ്ഞമ്മയോട് പറഞ്ഞു കൊടുക്കും. ഇല്ലെന്നേ, ഇതെന്റെ നഖം കൊണ്ട് പൊറിയതാ. നഖം കൊണ്ടാ ഇങ്ങനാണോ? നേര് പറ പപ്പു, എന്താ ഉണ്ടായേ? ലൈബ്രറിയിൽ ഇന്ന് വഴക്കുണ്ടായോ? ഒന്നുമില്ലെന്നേ. എന്താ പടി പെണ്ണെ, അവൻ എന്തോ പറ്റിയതാ? ഓ, ആമ്പിള്ളേരല്ലേ, അവര് തമ്മി തമ്മി എന്തോ പറഞ്ഞ് വല്ല അടിപിടി ഉണ്ടായി കാണും. ചേട്ടാ, തീപ്പെട്ടി ഉണ്ടോ? ഇത് പിടി. ആ ഇപ്പൊ തരാം. തീപ്പെട്ടി. ചീട്ടിറക്കടാ. ഇറക്കാളിയാ. ചേട്ടാ, ചേട്ടാ, ദേ. ആ ആഹാ, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. കമ്പനി അടിച്ചോണ്ടിരുന്നാ മതിയല്ലോ നിനക്കൊക്കെ. നാടക റിഹേഴ്സലിനെ വിളിച്ചാൽ ഒരൊറ്റ എണ്ണത്തിനെ കിട്ടത്തില്ല. എന്തോ വേടാ പരിപാടി? അത് അയ്യ, പപ്പു, നീ ഇതുവരെ എവിടെയായിരുന്നു? ലൈബ്രറിയില്. വാർഷികത്തിന് ഇനി 2 ദിവസമുള്ളൂ. ഇത്തവണയെങ്കിലും ഞാൻ നാടകത്തിൽ അഭിനയിക്കണമെന്ന് സാറിന് വലിയ നിർബന്ധം. എന്തോ ചെയ്യാനാ. അവിടെ നിക്ക്, വാ വിളിക്ക്. അപ്പൊ ഗോവിന്ദൻ പറഞ്ഞത് ഉള്ളതാണല്ലോ ചേച്ചി. എടാ, ഉള്ളതാണോ? ഡാ പപ്പു, നീ സിഗരറ്റ് വലിച്ചോ? അയ്യോ, ഇല്ല ഇല്ല കുഞ്ഞമ്മ. മുഖത്ത് നോക്കി കള്ളം പറയുന്നോ? വളർന്നു പോയിന്നൊന്നും ഞാൻ കൂട്ടാക്കത്തില്ല. അടിച്ച് ഞാനൊരു മൂലക്കിരുത്തും, പറഞ്ഞേക്കാം. ഞാൻ അച്ഛൻ എഴുതട്ടെ. ഇക്കണക്കിന് നിന്നെ ഹോസ്റ്റലിൽ അയച്ചാ നീ എന്തൊക്കെ ചെയ്യില്ലടാ. ദേ, നീ ഈ വീട്ടിലെ മൂത്തുകുട്ടി. നിന്നെ കണ്ടു വേണം മറ്റുള്ളവർ പഠിക്കാൻ. അത് ഓർമ്മ വേണം. ഇതിപ്പോ ടൗണിൽ ജീവിച്ചപ്പോൾ ഇല്ലാത്ത പുതിയ ശീലങ്ങളാണല്ലോ നാട്ടുപുറത്ത് വന്നപ്പോ എന്റെ മോൻ തുടങ്ങിയിരിക്കുന്നത്. പോകത്ത്. പപ്പൂസ്, നല്ല കുട്ടിയല്ലേ? എന്നാ തുണിയൊന്നെടുത്തേ. ഏത് തുണി? ദേ, ആ മൂന്നാമത്തത് ഒന്ന് എടുക്കു കൂട്ടാ. കീറല് തയ്ക്കാനാ. വിളിച്ചമറിയാതെ മാറി നിൽക്ക് പപ്പു. ആവശ്യത്തിനുള്ള വെളിച്ചൊക്കെ ഉണ്ട്. ഇനിയും കണ്ണ് കാണുന്നില്ലേ? ഒരു കണ്ണാടി മേടിച്ച് ഫിറ്റി.
ഞാനൊരു കണ്ണാടി വെച്ചാൽ എങ്ങനെ ഇരിക്കും? ചന്തമായിരിക്കും. പാടത്തെ പാവലിന് നോക്കു കുത്തി പോലെ ഇരിക്കും. അയ്യടാ അയ്യടാ. അപ്പൊ ഒന്ന് മാറി നിക്ക്. അല്ല, ഞാൻ ഈ മെഷീൻ ചവിട്ടുന്ന എങ്ങനെയാന്ന് കണ്ടു പഠിക്കുമായിരുന്നു. രതി ചേച്ചി എന്നെ കൂടി തയ്യൽ ഓടിപ്പിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ. എന്തിന്? തയ്യൽ പഠിച്ചിട്ട് ടൈലറിംഗ് ഷോപ്പ് തുടങ്ങാൻ പോവാണോ? ഓ, അങ്ങനെ ചിരിക്കൊന്നും വേണ്ട. പപ്പു, സ്വപ്നം കാണുവാണോ? അല്ല, ചെറുപ്പത്തിലെ എന്റെ ആശ ആരാകാനായിരുന്നു എന്നറിയോ? ഒരു തയ്യൽക്കാരനാവാൻ. ചെറുപ്പത്തിലോ? ആ. അപ്പോ ഇപ്പൊ എന്താ ആശ? ഞാൻ പേടിച്ചുപോയി. അമ്പാനെന്താ ഒരു വല്ലായ്മ? ഒന്നുമില്ല. അത് കള, എന്തോ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പ്രശ്നം ഇയാൾക്കല്ലാതെ അറിയാവുന്നേ. എന്നാ ഞാനങ്ങ് പറയട്ടാ. എന്ത്? അമ്പാന്റെ മനോവിചാരം ഞാൻ പറയട്ടാ. എങ്കി പറ. സത്യം സത്യമാണെങ്കിൽ സംഗതി ഏക്കണം. ഒരു പെണ്ണ് കാരണമുള്ള മനോവിചാരല്ലേ അമ്പാന്? നേരാണോ? നേരാണേ നേരാണെന്ന് പറഞ്ഞോണം, അല്ലേ ദോഷം വരുവേ. ഏതാ പെണ്ണ്? ഒരു പെണ്ണ്? പെണ്ണിന് ഊരും പേരും ഒന്നുമില്ല അമ്പാനെ. അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നേ? ഒരു പെണ്ണ്. എന്നാലും ഒരു ലക്ഷണം പറയില്ല. ശരി, വേണ്ട. എന്നാൽ ഇനി അവൾ എവിടെ ഉള്ളതാണെന്ന് പറ. ഇവിടെ അടുത്ത് തന്നെ. കിളുന്നോ അതോ മൂത്തതോ? ഇച്ചിരി മൂത്തതാ. അപ്പൊ സംഗതി കുറെ കൂടി പ്രശ്നമാ. ഒട്ടും വഴങ്ങുന്നില്ലല്ലേ? വഴിയുണ്ട്, അമ്പാൻ ആശങ്കപ്പെടണ്ട. ശരിക്കും? എന്തായാലും വഴിയുണ്ട്. എന്തു വഴി? അമ്പാൻ വാ. എന്തു വഴി? പറയാം, വാ. ദാ, ഇവൻ ഇതുപോലെ എന്തെല്ലാം പെണ്ണു പ്രശ്നങ്ങൾ ഇക്കണ്ട കാലത്തിനിടയിൽ കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഐശ്വര്യമായിട്ടൊരു 10 രൂപ ഇട്ട് പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥിച്ചോ. 2 രൂപയുള്ളോ? ഉള്ളത്. വശീകരണ സ്വാഹ സ്വാഹ. ഈ ഗോവിന്ദനെ കണ്ടോ? എന്താ നമ്മുടെ കെട്ടിയോ ഇപ്പോഴും പേർഷ്യ തന്നെ അല്ലയോ? നീ ഏതാടി കൊച്ചേ? നമ്മുടെ നാരായണി അമ്മയുടെ? അതെ അതെ.
അങ്ങനെ പറ. പണ്ടത്തെ പോലെ കണ്ണൊന്നും പറ്റുന്നില്ല. നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞോടി മോളെ? ഇല്ല മാവാ. ആഹാ, അത് പറ. നീ ഒരു കാര്യം ചെയ്യ, ഒഴിവുള്ള സമയത്ത് എന്റെ അടുത്തേക്ക് ഒന്ന് ഇറങ്ങ. പറ്റിയൊരു ചെറുക്കനെ ഞാൻ കണ്ടുപിടിച്ചു തരാം. അമ്മ അവനല്ലയോ പറയുന്നത്. ഈ മൂച്ചൊക്കെ സ്റ്റേജിൽ കണ്ടാ മതിയായിരുന്നു, അല്ലാതെ അവിടെ പോയി ബോധം കെട്ട് വീടരുത് കേട്ടോ. ആരാ ബോധം കിട്ടി വീഴുന്നെന്ന് നമുക്ക് കാണാം. രതി, വാ നമുക്ക് അവിടെ പോയി ഇരിക്കാം. വാ മോളെ. ആ പപ്പു, ഫ്ലാസ്ക് എടുക്കാൻ മറക്കല്ലേ. ആ. വാ. ആ നിന്റെ അമ്മ ഒരുങ്ങി നിക്കുവാന്നോ? അമ്പലത്തിലോട്ട് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞായിരുന്നു. ആ അമ്മ വീട്ടിലുണ്ട്. ആഹാ, അതെ, രതി ചേച്ചി ഉണ്ടോ? അപ്പുറത്തുണ്ടടാ, ചെല്ല്. രതി ചേച്ചി, ഓ, പുസ്തകവും വീക്കിലും കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ വെച്ചോളൂ. എന്നാ ഞാൻ പോട്ടെ. ശരി. വിളിക്കുന്നിടത്ത് വരും, പറയുന്ന പോലെ ചെയ്യും. ആര്? ആരെയും. മഹാറാണിമാരെ പോലും ഈ വിദ്യ പ്രയോഗിച്ചിട്ടാണ് പഴയ മഹാന്മാര് കയ്യിലെടുത്തിട്ടുള്ളത്. എന്ത് വിദ്യ? വശ്യം. വശ്യം? ഭസ്മം. എന്ത് ഭസ്മം? മന്ത്രഭസ്മം. വശീകരിക്കാനായിട്ട് നോട്ടിട്ടിരിക്കുന്ന പെണ്ണിനെ അതുകൊണ്ടൊരു കുറിയിട്ട് ഒന്ന് നോക്കിയാൽ മതി. അതുപോലെ അവൾ ഇങ്ങോട്ടും ഒന്ന് നോക്കണം. സംഗതി ഏറ്റതാ. ആ പിന്നെ അതിനൊരു മുറയൊക്കെ ഉണ്ട്. കുളിച്ച് ശുദ്ധമായിട്ടേ ഭസ്മം തൊടാവൂ. തൊട്ടാ പിന്നെ അവൾ ആ കുറി കാണുന്നത് വരെ കമാന്നൊരു അക്ഷരം ഉരിയാടാൻ പാടില്ല. രാത്രി പോയി വിളിച്ചോ, ഉറക്കപ്പായ എഴുന്നേറ്റ് വിളിപ്പുറത്ത് വരും. വന്ന് വാലുവാട്ടി നിൽക്കും. എവിടെ കിട്ടും കൊച്ചുമണി ഇത്? ഏത്? ഈ പറഞ്ഞ ഭസ്മം ഉണ്ടാക്കണം. എങ്ങനെ? കുറച്ച് മെനക്കേടുണ്ട്. പറ. എണ ചേർന്നിരിക്കുന്ന ഓന്തില്ലേ, ഓന്ത്, അതിനെ ചാണകം എറിഞ്ഞു പിടിക്കണം. അതും ചെന ഇളകി നിൽക്കുന്ന പശുവിന്റെ ചാണകം കൊണ്ട്. ചാണകത്തിനുള്ളിലിരുന്ന് അതങ്ങ് ചത്തോളൂ. അതിനെ പൊതിഞ്ഞെടുത്ത് മച്ചിത്തെങ്ങിന്റെ ഉച്ചി കൊണ്ടുവച്ചുണക്കി പൊടിയാക്കണം. എന്നിട്ട് അതിലൊരു മന്ത്രമുണ്ട്. ആ മച്ചിത്തെങ്ങിന്റെ ഉച്ചി വെച്ച് ഉണക്കുന്നു. നടപ്പുള്ള കാര്യം വല്ലതുണ്ടെങ്കിൽ അത് പറ കൊച്ചുമണി. സംഗതി സ്വല്പം പാടാം, പക്ഷെ അമ്പാനൊന്നും മെനക്കെട്ട. രണ്ടോന്തിനെ നിസ്സാരായിട്ട് പിടിക്കാവുന്നതേ ഉള്ളൂ. പിടിച്ച് തന്ന ബാക്കി അടിയനേറ്റു. അമ്പാൻ മനസ്സ് വിടണ്ട. നമ്മുടെ പണിക്കര മന്ത്രവാദിയുടെ കയ്യിൽ കാണൂ ഇത്. ഈ ഭസ്മം നമുക്ക് അങ്ങേരുടെ കയ്യിൽ നിന്ന് മേടിക്കാം. ഒരു ഇച്ചിരി വല്ലാം കാശ് കൊടുക്കേണ്ടി വരും. എന്തു കൊടുക്കേണ്ടി വരും? തൽക്കാലം നമുക്കൊരു 5 രൂപയുടെ സാധനം മേടിച്ച് ഒരു പൂശ. 5 രൂപ മതിയോ? ആ, അത് നമുക്കുണ്ടാക്കാം. അമ്പാനെ, ആത്മധൈര്യം പോയാൽ ആണുങ്ങള് ആടലോടകം പോലെയാ. സ്വാഹ.
അല്ല ഇന്ന് ഭസ്മം തൊടിയിലൊക്കെ ഉണ്ടല്ലോ. എന്തുവാ വിശേഷം? നീ പോടാ. അയ്യോ നിന്നോട് ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആഹാ, ഇന്ന് പോയില്ലേ പപ്പു ലൈബ്രറിയില്? ഇല്ല. അന്ന് എന്തിനായിരുന്നു പപ്പു ഭസ്മം തൊട്ടുകൊണ്ട് തപസ്സിരുന്നത്? എന്തിനായിരുന്നു? ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വശീകരിക്കാൻ. ആര് ആരെയാ പപ്പൂസിന് വശീകരിക്കേണ്ടത്? രതി ചേച്ചിയെ. പപ്പൂസ്, അതെ. എന്താ ഊട്ടി ഇത്? സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കണ്ട് തോന്നിയാസം കാണിക്കുകയാണോ? മതി, മേലിൽ എൻ്റെ അടുത്ത് ഈ കളിയും തമാശയും കൊണ്ട് വന്നേക്കരുത്. പറഞ്ഞേക്കാം. ഛേ. എന്ന് വരുമെന്ന് എഴുതിയിരിക്കുന്നേ? അടുത്ത ആഴ്ച ആളെങ്ങെത്തും. പോസ്റ്റ്മാൻ വന്ന് കയറിയപ്പോ മുതൽ ടീച്ചറുടെ വെപ്രാളം ഞാൻ നോക്കുമായിരുന്നു. അതുപോട്ടെ, കൃഷ്ണൻ നായർ എന്ന് വരുമെന്നാ എഴുതിയിരിക്കുന്നേ? തീയതി എഴുതിയിട്ടില്ല. ആ, ഇവിടെ ചേച്ചിക്ക് വെക്കേഷൻ തുടങ്ങിയ പിന്നെ ചേട്ടൻ അവിടെ ഇരിപ്പുറയ്ക്കുവോ? പട്ടാളക്കാരന്റെ ഭാര്യ ആയാലുള്ള ആദ്യ വല്ലോ നിനക്കറിയോ? എന്റെ അഭിപ്രായത്തില് പട്ടാളക്കാര് കല്യാണം കഴിക്കാൻ പാടില്ല. ആണ്ടി 2 മാസം അല്ലേ ഉള്ളൂ ദാമ്പത്യം.
ബാക്കിയുള്ള നേരം മുഴുവൻ അവനെ കുറിച്ച് ഓർത്തുള്ള ആദ്യമല്ലയോ. അതുകൊണ്ടാ മാമൻ കല്യാണം കഴിക്കാതെ നിന്ന് പോയെ. പിന്നല്ലാതെ. കേട്ടോ ടീച്ചറെ, പണ്ട് ഞാൻ ബർമയിലായിരുന്നപ്പോ അന്ന് ഞാൻ ഇങ്ങനൊന്നും അല്ല. ഒരു 26-27 വയസ്സ് പ്രായം. വൈകുന്നേരം ആവുമ്പോ ഒരു ഷോർട്സും ടീഷർട്ടും ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു ഈവനിങ് വാക്കിന് അങ്ങ് പോവും. അങ്ങനെ പ്രാക്ടീസ്. നിന്നെ പോലെ ഒന്നും അല്ല അന്നത്തെ ചെറുപ്പക്കാര്. അങ്ങനെ ഇരിക്കുമ്പോ വരുന്നു ഒരു കല്യാണാലോചന. എവിടാ? ബർമയില്. അവിടുത്തെ രാജകുമാരി ആയിരിക്കും ആലോചിച്ചോണ്ട് വന്നത്. ഒന്ന് മതിയാക്കും മാമ ഈ പുളുവടി. ദേ ആരണ്ടൊക്കെ മാമനെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. എങ്കിൽ പിന്നെ അതൊന്നും പറയണ്ടേ? നീ വന്ന് പറയാ, ഞാൻ എങ്ങനെ അറിയുന്നേ? വല്ല പ്രസാദകരും ആയിരിക്കും. എഴുതി കൊടുക്കാൻ താമസിക്കുന്നുണ്ടാ. ഇത്തവണത്തേക്ക് മാപ്പ്. പപ്പു, ദേ ഇവിടെ. പപ്പു, രതി ചേച്ചിയുടെ അമ്മയുണ്ടോ? ആ പപ്പുവോ? അകത്തുണ്ട്, ചെന്നാട്ടെ. രതി ചേച്ചിയുടെ അമ്മേ. ചേച്ചി മാഗസിൻ ഇനി താ പപ്പു. നട്ടുച്ചയ്ക്ക് വീട്ടിൽ കള്ളം കയറിയ പോലും അറിയില്ലല്ലോ. രജി ചേച്ചിയുടെ അമ്മ എവിടെ പോയി? ഇവിടെ ഉണ്ടായിരുന്നു. കുളിക്കാൻ പോയി കാണും. എന്താ ഇപ്പോ? എന്റെ അമ്മ പറഞ്ഞു വീട്ടിലേക്കൊന്ന് വിളിച്ചോണ്ട് ചെല്ലാൻ. ആരെ? നിങ്ങളെയല്ല, രജി ചേച്ചിയുടെ അമ്മയെ. എന്തിനാ? അത് അവിടെ എന്തോ വിശേഷമുണ്ട്. വിശേഷോ? ആ, ഒരു വിശേഷമുണ്ട്. എന്താ ഇത്ര വലിയ വിശേഷം? ശാന്തിയില്ലേ? ആ, നമ്മുടെ ശാന്തി. ആ ശാന്തി. ശാന്തി. വേഗം പറ പപ്പു. ഞാൻ ചെവിയിൽ പറഞ്ഞുതരാം. ശാന്തിയില്ലേ? ശാന്തിക്ക് ശാന്തി വിശേഷം.
അവസാനം എഴഞ്ഞെത്തി. ട്രെയിൻ 1 മണിക്കൂർ ലേറ്റ്. ആ ഞങ്ങക്ക് തോന്നി. ഇവളങ്ങോട്ട് വളരുന്നില്ലല്ലോ. കഴിഞ്ഞല്ല ഞാൻ വന്നപ്പോൾ ഇതുപോലെ തന്നെ ഇരിക്കുന്നത്. അല്ല എന്ത് വേണമെന്ന് പിന്നെ അവള് സാരി കൊടുത്ത് നിൽക്കണോ? മോക്ക് ചോക്ലേറ്റും ഉടുപ്പും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആരും ബഹളം വെക്കരുത്. എല്ലാവർക്കും ഉള്ള സാധനം ഇതിനകത്തുണ്ട്. ഓക്കെ? ആ ഇത് പപ്പൂന്. ഈ പാവമോ അല്ലേ ഗോവിന്ദന് മാത്രം ഒന്നും വാങ്ങിയില്ലേ? പെട്ടിയിലുള്ള സാധനം മുഴുവൻ മറ്റുള്ളവർക്ക്, എന്നിട്ട് ഈ കാലിപ്പെട്ടി മാത്രം ഇവന്. ഇവിടെ പോരെ? അടിച്ചോ. കൊള്ളാം. ആഹാ, സെന്റൊക്കെ അടിച്ച് രാവിലെ എങ്ങോട്ടാ സാറ്? വെറുതെ ഇങ്ങനെ. വെറുതെ നിൽക്കുന്ന നേരത്ത് ഈ ഇലയൊക്കെ ഒന്ന് പെറുക്കി സഹായിച്ചൂടെ? നാളെ പൂജയുള്ളതാ. ആവശ്യമുള്ളവർ തന്നെ അങ്ങ് പെറുക്കിയാ മതി. ആരും പറഞ്ഞൊന്നല്ല, പിന്നെ എനിക്ക് തന്നെ അങ്ങ് തോന്നിയതാ. തന്നെ അങ്ങ് തോന്നുമല്ലേ? കുഞ്ഞമ്മയോട് ഞാനൊന്ന് പോയി ചോദിക്കട്ടെ. ഭാരതിയും കൃഷ്ണനായരും ടൗണിൽ പോയിരിക്കുക. തിരിച്ചു വരുമ്പോ പപ്പുവിന്റെ റിസൾട്ട് കൂടി അറിഞ്ഞുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അതൊക്കെ അവൻ നല്ല മാർക്ക് വാങ്ങിച്ചു തന്നെ ജയിക്കും. ജയിക്കും, അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ അവനങ്ങ് പോകുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ള വിഷമോ. ഓരോ ദിവസം കഴിയും തോറും ഞാനങ്ങ് എണ്ണുക. കുസൃതിയും കുന്നായ്മയൊക്കെ ഇത്തിരി കൂടുതലാണെങ്കിലും അവൻ വീട്ടിലുള്ളത് വീടിനൊരനക്കം. അത് ശരിയാ. അവൻ പോയാ വീട് ഉറങ്ങിയ പോലെ. ഇവിടെ ഒരു ദിവസം അവനെ കണ്ടില്ലെങ്കിലേ അങ്ങ് ഏതാണ്ട് പോലെ. ഇന്നലെയും കൂടെ ഉടപ്പറന്നവൻ ആ കാര്യം പറഞ്ഞു. ഒരു പ്രായമാകുമ്പോൾ പിള്ളേർക്ക് അവരവരുടെ കാര്യം നോക്കി പോകാതിരിക്കാൻ പറ്റുമോ? ആണ്ട് ഇവിടെ ഒരുത്തി ആരുടെയെങ്കിലും കൂടെ ഒന്ന് പറഞ്ഞയക്കാൻ വേണ്ടി ഞാനങ്ങ് ധൃതി വെക്കുക. എന്നാൽ അവൾ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് എന്നൊരു പിടിയില്ല. 2-3 ദിവസമായിട്ട് അവന് യാതൊരു ഉത്സാഹവും ഇല്ല. എപ്പോഴും മുറി തന്നെ അടച്ചുമൂടിയിരിക്കുക. അയ്യോടി, അവന് പിന്നെ വിഷമം കാണാതിരിക്കുവോ? ആദ്യമായിട്ടല്ലയോ അവൻ കൂടപ്പറപ്പുകളെയും ബന്ധുക്കളെയും ഒക്കെ വിട്ട് വേറൊരിടത്തോട്ട് പോകുന്നത്.
ഈ ആഴ്ചത്തെ വാരികയുണ്ടോ? അകത്തുണ്ടാവും. അകത്തുനിന്ന് പറഞ്ഞ ഒന്ന് എടുത്തു തന്നൂടെ? ദേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എന്റെ അടുത്ത് മേലാൽ കളിയും തമാശയും കൊണ്ട് വരരുത് കേട്ടോ. ആ ഇതാ വീടെത്തി. ഇറങ്ങിക്കോളൂ. അല്ല, കൂട്ടുകാരനെ കാണാൻ പോയിട്ട് അങ്ങേരുടെ സ്കൂട്ടറും തപ്പിക്കൊണ്ടിങ്ങി പോന്നോ? ഇങ്ങനെ വിരുന്ന് പോയാ കൊള്ളാം. പട്ടാളക്കാരുടെ ഒരു പരിപാടി ചേച്ചിക്ക് അറിയാൻ പാടില്ലേ? എവിടെ ചെന്നാലും അവിടെ നിന്ന് എന്തെങ്കിലും സ്വന്തമാക്കുകയാണല്ലോ ഞങ്ങളുടെ ഒരു രീതി, അല്ലേ? ഓ പിന്നെ ഇതാ തോമസ് സാർ നിർബന്ധിച്ച് കൊടുത്തയച്ചതാ, രാത്രി ബസ്സിന് പോകണ്ടെന്നും പറഞ്ഞു. അത് ശരി. അല്ല, റിസൾട്ട് അറിഞ്ഞോ? എന്ത് തോന്നുന്നു? ജയിക്കോ തോക്കോ? ജയിക്കണം. ആഹാ. ആ ക്ലാസ് കിട്ടുമോ? കിട്ടണം. കിട്ടണം, ഉറപ്പില്ല. അല്ല, കിട്ടും. ക്ലാസ് ഉണ്ട് മോന്. ട്രെങ്കോള് ബുക്ക് ചെയ്യാൻ പോവാ. കണ്ടോ കണ്ടോ, ചേട്ടനെ വിവരം അറിയിക്കാനുള്ള ചേച്ചിയുടെ ആ ധൃതി കണ്ടോ? എന്താ വലിയ പുച്ഛം? അതെ. ഓ, വലിയ ചിരി കണ്ടില്ലേ? ആൺകുട്ടികളാ ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച് ജയിക്കുന്നേ. നീ എവിടെ ഇരുന്നോ? അല്ല, കഴിഞ്ഞ പരീക്ഷയ്ക്ക് എത്ര മാർക്കാ കിട്ടിയിരുന്നേ? പറ മോനെ. ഇപ്പൊ എവിടെ പോയി വാചകം ഒന്നാക്കും? കണക്കിനൊഴിച്ച് ബാക്കി എല്ലാത്തിനും ജയിച്ചല്ലോ. കണക്കിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞാട്ടെ സർ. ധൈര്യമായിട്ട് പറഞ്ഞ. എന്താ മിണ്ടാത്തത്? എത്ര മാർക്കുണ്ട് കണക്കിന്? മോളെ, എങ്കിൽ ഞാൻ പോട്ടെ ചേച്ചി. തനിച്ചു പോകണ്ട, കാവിലൊക്കെ എഴുജന്തുക്കൾ ഉള്ളതാ. പപ്പു, ആ ടോർച്ച് എടുത്ത് രതിയെ കൊണ്ടാക്കിച്ചു വാ. ഗോവിന്ദൻ എന്താ ഇവിടെ പണി? അവൻ കൊണ്ടാക്കട്ടെ. ആരെടുത്താ പറഞ്ഞ്? അവരനുസരിച്ചാ മതി. എന്നാ നിന്നോടാ പറഞ്ഞത്? അല്ല, നിന്നോടാ പറഞ്ഞത്. പോയി ആക്കിട്ട് വാ. ഇങ്ങോട്ട് ലൈറ്റ് അടിക്കൂ. പപ്പു, എനിക്ക് വെളിച്ചം കാണണ്ടേ? ഒന്ന് ഇങ്ങോട്ട് ലൈറ്റ് അടിക്കാൻ. വരൂ. നിങ്ങൾ തന്നെ വെച്ചോളൂ. അത് വേണ്ട, എനിക്കും കൂടെ വെട്ടം കാണിച്ചു തന്നാ മതി. വേണ്ട, ദേ നിങ്ങൾ ഈ ടോർച്ച് പിടിക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി. പപ്പു, അതല്ലേ രാവിലെ പറഞ്ഞേ? അല്ല. അതെ. അല്ല പപ്പു, പപ്പുവിന്റെ പോക്ക് ശരിയല്ലെന്ന് കണ്ടിട്ട് ഞാനത് പറഞ്ഞു തരികയായിരുന്നു. ഒന്നുമല്ല. പിന്നെ? നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞോ? എന്ന് ഞാൻ പറഞ്ഞായിരുന്നോ പപ്പു? പപ്പുവിനോട് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നെ രാവിലെ പറഞ്ഞതോ? എന്ത്? ഇനി കൂട്ടൊന്നുമില്ലെന്ന് അങ്ങനെ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. പപ്പു വളർന്നു, വലിയ ആളായി, അതാ. അതുകൊണ്ട് നമ്മൾ തമ്മിൽ പിണങ്ങണമെന്നാണോ? അങ്ങനെയാണോ? സാരമില്ല, നമ്മൾ പിണങ്ങണ്ട. എന്നും നല്ല കൂട്ടായിട്ടിരിക്കാം. വാ. അയ്യേ, ഇതെന്താ കൊച്ചുകുട്ടികളെ പോലെ കരയാ? പപ്പു, ദേ നമ്മുടെ പിണക്കം തീർന്നു.
വന്നു വണ്ടു മൂളവേ കാതോരം കിന്നാരം കാതോരം കിന്നാരം ഈ കാറ്റിലാടുമീറമൂളവേ ഈ നെഞ്ചിലെ സാവേരികൾ പെയ്തു തോറുമിന്ദ്ര നീലരാവായി കണ്ണോരം കണ്ണോരം ചിങ്കാരം കണ്ണോരം ചിങ്കാരം ഈ പൂവിൽ വന്നു വണ്ടു മൂളവേ തിരാസലോലയായി ഒരു രാത്രി മഞ്ഞി മാഞ്ഞു അതിലോലമാത്മരാഗം പരിരംഭണം നുകർന്നു പല നാളം തിരയുന്നു മതഗന്ധം കണ്ണോരം കണ്ണോരം ചിങ്കാരം ചിങ്കാരം ഈ പൂവിൽ വന്നു വണ്ടു മൂളവേ കാറ്റിന്റെ കയ്യിൽ വെൺതൂവൽ പോലെ താഴ്വാരമാകെ പറന്നലഞ്ഞു വർണ്ണങ്ങളേഴും ചാലിച്ച മോഹം ഒന്നായി മാറിൽ അലിഞ്ഞു ചേർന്നു ഒരു മറിവിൽ തുമ്പിയായി തെളിയുന്നൊരു മഹർഷം ഒരു മഴത്തുള്ളിയായി കുളിരുന്നു നിന്റെ സ്നേഹം അതിനായി ഞാൻ അലയുന്നു പലജന്മം കാതോരം കിന്നാരം കണ്ണോരം ചിങ്കാരം ഈ കാറ്റിലാടുമീറമൂളവേ ഈ നെഞ്ചിലെ സാവേരികൾ പെയ്തു തോറുമിന്ദ്ര നീലരാവായി ദാ ഇവിടെ. പപ്പു എന്തോ ശരി ശരി എന്താ മേ വരട്ടെ. ഉം. വാച്ചാ യോ കമ്പിയല്ലാന്നോ? അല്ല ക്ലാസ് വാങ്ങിച്ച അച്ഛൻ എന്തെങ്കിലും സമ്മാനം അയച്ചു കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. അത് ശരി. ഈ ഉഴപ്പനൊക്കെ ക്ലാസ് വാങ്ങിപ്പിച്ചതിന് സത്യം പറഞ്ഞ ചേച്ചിക്കാരും സമ്മാനം അയച്ചിരുന്നത്. നോക്കട്ടെ. എങ്ങനെയുണ്ട് ചെറിയ സീക്കോഫൈ ഒന്നാമത്തെ സ്ഥാനമാ മോളു. ഹായ് നല്ല മുഴക്കം കിണ്ണത്തിൽ ഈർക്കില് കൊറ്റുന്ന പോലെയുണ്ട് ഒച്ചിറക്കളി കാണാൻ കൊണ്ടുപോക ഓട്ടുകാളെ ഒച്ച
അമ്പാനെ എങ്ങോട്ടാ വാണം വിട്ട പോലെ? പുതിയ വാച്ച് കണ്ടോ? അച്ഛന്റെ സമ്മാനാ. കണ്ടേ? ദേ, അല്ല, ഇവൻ സാമാന്യ ഐശ്വര്യമുള്ളവനാണല്ലോ. കണ്ണു വെക്കാതെ കൊച്ചുമണി. അമ്പാനെ, ഇപ്പൊ സമയം എന്തായി? 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആ, ശരിയാ. അപ്പൊ ചെല്ലേ, കൊണ്ടുവന്ന് കാണിക്ക്. പിന്നെ അന്നത്തെ ആ വശ്യ ഏറ്റിട്ടുണ്ട്. പക്ഷേ അമ്പാൻ അതിനുള്ള യോഗ ഇല്ലെന്ന് മാത്രം. യോഗ ഉള്ളവൻ അവിടെ എത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? പെണ്ണ് കാണാനേ. ആ പെണ്ണപ്പുറത്ത് ഞാൻ ഇപ്പുറത്ത്, ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരു സ്ക്രീൻ. എനിക്ക് പെണ്ണിന്റെ കാല് മാത്രം കാണാം. പെണ്ണ് കാണാൻ ചെന്നാൽ ഞാനും കയ്യടാതായി പോയി. പെണ്ണിന്റെ അമ്മാവനാണെങ്കിൽ ഉഗ്ര പ്രതാപശാലി. പെണ്ണിനെ നേരിട്ട് കാണണമെന്ന് അന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പെണ്ണിന്റെ ഒരു അവയവം കാണിച്ചു തരാമെന്ന് അമ്മാവൻ. അതിൽ നിന്നും പെണ്ണിന്റെ സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം പോലും. പെണ്ണിന്റെ ഏത് അവയവം കാണണമെന്ന് അമ്മാവൻ ചോദിച്ചു. ഞാനിങ്ങനെ നിന്നൊന്ന് ആലോചിച്ചു. പെണ്ണിന്റെ കാല് മാത്രം കണ്ടാൽ മതി എന്ന് ഞാനങ്ങ് മറുപടി പറഞ്ഞു. കാരണം ശ്രീരാമൻ സീതയെ കാണാൻ ചെന്നപ്പോൾ ദശരഥൻ ഇതുപോലൊരു ചോദ്യം ചോദിച്ചു. അന്ന് ശ്രീരാമൻ പറഞ്ഞ കാര്യം രാമായണത്തിലുണ്ട്, സീതയുടെ കാല് കണ്ടാൽ മതി. അതൊക്കെ ഞാൻ പെണ്ണ് കാണാൻ പോയ അന്തക്കാലം. ഇന്നിപ്പോ അത് ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ സമ്മതിക്കുമോ? രതിയെ വേണമെങ്കിൽ ഞാൻ ഇപ്പൊ വിളിക്കാം. ആ, അയ്യോ, ഇത് രതിയല്ല കേട്ടോ, അടുത്ത വീട്ടിലെ കൊച്ചനാ. ഈ വാ മോനെ. ഉടനെ എഞ്ചിനീയറിങ്ങിന് പോകാനിരിക്കുക. നല്ല കൊച്ചനാ, നാണം കുടിയാണെന്നേ ഉള്ളൂ. മോളെ രതി, ദാണ്ട് അവരെല്ലാം നിന്നെ കാണാൻ ഇവിടെ കാത്തിരിക്കുന്നു. ഒന്നങ്ങോട്ട് വന്നേ. എടി, എന്നെ കാണാനല്ല, നിന്നെ കാണാനാ. അങ്ങോട്ട് വാ. എന്താടി, ഇവിടെ ആരെങ്കിലും ചത്തോ? തിരിയടി അങ്ങോട്ട്. ഒരു മോരം. ഓ ശരി ശരി, ഞാൻ പറഞ്ഞ പിന്നെ അങ്ങനെ ആവട്ടെ. പപ്പു,
എന്തിനാ എന്നോട് പിണങ്ങുന്നേ? ഞാനല്ലല്ലോ അതിന് ഉത്തരവാദി. അല്ലെങ്കിൽ പിന്നെ എന്തിനാ അയാളുടെ മുമ്പിൽ പോയത്? പോയിന്ന് വെച്ച് ഇനിയിപ്പോ കല്യാണം, അത് കഴിഞ്ഞും ചോദിക്കാലോ ഞാനാണോ ഉത്തരവാദി എന്ന്. സാവിത്രിയേ, എന്താ ചേച്ചി? ഓടപ്പറന്നവന് വലിയ തൃപ്തി പോരാ. പക്ഷെ നേര് പറയാമല്ലോ, എനിക്ക് ആ കൊച്ചനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അവർക്കാണെങ്കിൽ പെണ്ണിന്റെ സർപ്പദോഷമൊന്നും ഒരു പ്രശ്നമല്ല. ഒരുമാതിരി കഴിഞ്ഞുകൂടാനുള്ള ചുറ്റുപാടും വരുമാനവും ഒക്കെ ഉണ്ടല്ലോ. ആ, അതുണ്ട്. എങ്കിൽ പിന്നെ ഇനി ഒന്നും അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല. വന്നവർക്ക് പെണ്ണിനെ ഇഷ്ടായോ? ഹായ് കാണും. നിങ്ങൾക്ക് അവർ ഇഷ്ടായോ? ആരെ? ആ ആളിനെ. ഇല്ല. ഇഷ്ടമില്ലാത്ത ആളിന്റെ കൂടെ എങ്ങനെ ജീവിക്കും? അങ്ങനെയുള്ള ആളിനെ എങ്ങനെ കല്യാണം കഴിക്കും? ആര് പറഞ്ഞു ഞാൻ അയാളെ കല്യാണം കഴിക്കുമെന്ന്? ഇല്ലേ? പറ പറ, അയാളെ കല്യാണം കഴിക്കോ? ഇല്ല. വീട്ടിൽ പൊടി എടി, വീട്ടിൽ പോവാൻ. കൊഴുത്ത് ചുളിച്ച് എന്താ എന്താ നാരായണി ചേച്ചി? മോനോട് ചോദിക്ക. വേണ്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ മോളെ ഞാൻ നിലയ്ക്ക് നിർത്തിക്കോളാം. നിന്റെ മോനിന് തുള്ളി അങ്ങോട്ടെങ്ങനെ വന്നാലുണ്ടല്ലോ, ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ. മതി മതി പിള്ളാരെ, പോ. ഈ മുറ്റത്തൊന്നുള്ള കളിയും ബഹളവും ഒക്കെ ഇത്രയൊക്കെ മതി. പോ പിള്ളാരെ. എടാ, വീട്ടിൽ പോവാൻ. നിന്നെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. പോ പിള്ളാരെ. കുഞ്ഞുങ്ങളോടാണോ നിന്റെ ശൗര്യം? എല്ലാരും പോയേ പോയേ. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നിനക്ക് എന്ത് കാര്യം? എടി, നിനക്ക് എന്ത് കാര്യം? ഞാൻ പിന്നെ എന്താ വേണോ? പിടിച്ചു നോക്കണോ? ആ, വേണോടി വേണം. 3-4 ദിവസം കൂടെ കഴിഞ്ഞാൽ കൊച്ചങ്ങ് കോളേജിൽ പോവും. അതുവരെ നിന്റെ ശബ്ദം അവിടെ കേട്ടുപോരുത്. കേട്ടാല് അടിച്ച് നിന്റെ ചെവുക്കുറ്റി ഞാൻ പൊട്ടിക്കും. എന്റെ ചെവുക്കുറ്റി പൊട്ടിക്കാൻ എല്ലാവർക്കും തിരക്ക്. ഒണ്ടോരം. സർപ്പദോഷം അതും ഇതെന്നൊക്കെ പറഞ്ഞ് ഒരെണ്ണം ഒത്തു വന്നപ്പോ അത് എങ്ങനെങ്കിലും ഒന്ന് കൂട്ടി പിടിപ്പിച്ച് തരാൻ ഈ ഓടപ്പുറത്തിനെ കൊണ്ട് ഒന്ന് കടന്ന് ഒച്ച വെക്കാതെ എന്റെ നാരായണി. ഇതിപ്പോ 4 പേരറിഞ്ഞ ആർക്കാ ക്ഷീണം? നിന്റെ മോക്കല്ലേ? അത് ഓർക്ക്. കണ്ടോ കണ്ടോ, അപ്പൊ എന്റെ മോക്കാണല്ലോ ക്ഷീണം. അവളെ ഓടപ്പുറന്നോന്റെ ആരുമല്ലല്ലോ. ആരുമല്ലെന്ന് ആര് പറഞ്ഞു? എന്ന് ഞാൻ പറഞ്ഞു. ദേ, മേലും കഴിയില്ലാത്ത വർത്താനം പറയല്ലോ കൊച്ചേ. എന്റെ ഉള്ളിലത്തെ ആദ്യം ഉടപ്പുറന്നവന് മനസ്സിലാവത്തില്ല. കാര്യങ്ങൾ അന്വേഷിക്കാൻ അവൾക്ക് വേറെ ആരാ ഉള്ളത്? ഉടപ്പുറന്നവനൊന്നും ഉത്സാഹിക്കാതെ അവളെ എങ്ങനെ ആരുടെങ്കിലും കൂടെ പറഞ്ഞയക്കുന്നത്? അയ്യോ, എന്റെ ഉത്സാഹക്കുറവൊന്നും അല്ല. ഇപ്പൊ വന്ന ആ കൊച്ചനെ നിനക്ക് ബോധിച്ചോ? ബോധിച്ചു. ആ, എങ്കിൽ ഞാൻ ഉടനെ അത് നടത്തി തരാം. അലമുറയിട്ട് സ്വയം നാറ്റിക്കായിരുന്നാ മതി. ഒന്ന് അടങ്ങു കൊച്ചേ. എങ്ങോട്ടാടാ ഒരുങ്ങി ചമഞ്ഞ്? വെറുതെ ഒന്ന് പുറത്തേക്ക്. ഇപ്പൊ പുറത്തോട്ടോ അകത്തോട്ടൊന്നും പോണ്ട, പോയടത്തോളൊക്കെ മതി. ഇനി പുറത്തോട്ടെങ്ങനെ ഇറങ്ങിയ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ബാക്കിയുള്ളവരുടെ നാണോമാനം കെടുത്താനുണ്ടായ സന്താനം. ചേച്ചി എന്തിനാ അവനെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? ചേച്ചിയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവനെ ഇങ്ങനെ ലാളിക്കരുതെന്ന്. ഇപ്പം പോടാകത്ത്. പുറത്തോട്ടിറങ്ങുന്നു.
എന്ത് പറയുന്നു പപ്പു സാറ്? ഒന്നുമില്ല. സ്മാൾ അടിക്കൂ? വലിക്കൂ? ഇല്ല. ആമ്പിള്ളേരെ ഒരല്പം ചുറ്റിക്കളിയൊക്കെ ആകാം, അതിവർക്കറിയത്തില്ല. പക്ഷേ എല്ലാറ്റിനും ഒരു മറയും മയോ ഒക്കെ വേണമെന്ന് മാത്രം. അല്ല നിന്നെ പോലെ ഒരു മാതിരി. എന്തായി? എന്ത് എന്തായിന്ന് സത്യത്തിലുണ്ടായത്? അപ്പൊ അതുകൊണ്ട് ഇനി അത്ര ഊരുന്നുണ്ടല്ലെന്നും വേണ്ട കേട്ടല്ലോ. ആ എന്താ പോരെ? വാങ്ങിയോട്ടെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വരാം. നിങ്ങൾ നല്ല ആളാ. അവനെ നാല് ചീത്ത പറയേണ്ടതിന് പകരം ചീത്ത പറയുന്നേ എന്തിനാണെന്നോ? പിന്നെ ഈ കാണിച്ചത് വലിയ മിടുക്കാണെന്നാണോ നിങ്ങൾ പറയുന്നേ? എടി ഭാരതി ടീച്ചറെ, നിനക്ക് പിള്ളേരുടെ മനസ്സിനെ പറ്റി ചുക്കും അറിഞ്ഞൂടാ? ഓ പിന്നെ അറിയാവുന്ന ഒരാള്. എനിക്കറിയാം. ഞാൻ ഈ പ്രായം കടന്ന് തന്നെയാ വന്നത്. ഈ പ്രായത്തിൽ പലതും സംഭവിക്കും. അതറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് നിങ്ങളാ. ഞങ്ങളോ? നിങ്ങൾക്ക് പലതും ചെയ്യാനുണ്ട്. ഈ കൗമാരം എന്ന് പറയുന്നത് കണ്ണില്ലാത്ത പ്രായമാണ്. ഈ പ്രായത്തിൽ അവരുടെ കൂട്ടുകാരൊക്കെയാണ്, അവരെന്നൊക്കെ ചെയ്യുന്നു, എന്നൊക്കെ അറിയുന്നു, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ വീട്ടിലുള്ള മുതിർന്നവരാ. അല്ല എന്നാ അങ്ങനെ തെറ്റുകുറ്റം കണ്ട ഉടനെ കയറി ശാസിക്കും ശിക്ഷിക്കല്ല വേണ്ടത്. പിന്നെ ഭാരതി ടീച്ചർ ഒരു സ്ത്രീയാണ്. അതിടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു. ലീവ് 1 മാസമേ ഉള്ളൂ. ഉള്ള സമയം കളയണ്ട. വന്നു വല്ലതും കഴിക്കും. അമ്മ മോളെ വഴക്ക് പറഞ്ഞത് സങ്കടം കൊണ്ടാ. അന്നേരത്തെ ദേഷ്യത്തിന് മനസ്സിൽ തോന്നിയത് എന്തൊക്കെയോ പറഞ്ഞു പോയി. എന്റെ മോക്ക് എന്തെങ്കിലും കുഴപ്പം വരുന്നെന്ന് കണ്ടാ പിന്നെ ഞാൻ എങ്ങനെ സമാധാനിക്കും? അല്ല നീ തന്നെ ഒന്ന് പറ. എനിക്കാരാ ഉള്ളത് എന്റെ മോളല്ലാതെ? നിന്നെ നല്ല നിലയ്ക്ക് ഒരുത്തൻ്റെ കൂടെ പറഞ്ഞയക്കാതെ ഈ അമ്മയ്ക്ക് സമാധാനമില്ല. എന്റെ പൊന്നുമോൾ എന്താ ആലോചിക്കാത്ത? എന്റെ പൊന്നുമോൾ എഴുന്നേറ്റ് വന്ന് വല്ലതും കഴിക്കും. ഞാൻ പോവില്ല. പോണം. ഇല്ല ചേച്ചി, ഞാൻ മധുമാസമൗനരാഗം നിറയുന്നു അനുരാഗലോലയാമം അകലുന്നു അറിയാതെ അറിയാതെ
കാറ്റിലൂർന്നലിഞ്ഞു ഭ്രമരമറിയാതെ പാടും പ്രിയമദന രാഗഗീതം ഇനിയും പറന്നു വരും എന്നും. നീ ഇതെല്ലാം നനച്ചു പിഴിഞ്ഞോണ്ടങ്ങ് പോരെ. വാടി. ശാന്തി നടക്കടി. ഞാനെല്ലാം കേട്ടു. കുഞ്ഞിന്റെ അമ്മ തന്നെയാ ഈ പുകിലെല്ലാം ഉണ്ടാക്കി വെക്കുന്നേ. ഇത്ര വലിയ കോലാഹലം ഉണ്ടാക്കാൻ ഇവിടെ എന്താ കുത്തോ കൊലപാതകം ഒറ്റ നടന്നു? തെറ്റെന്റെയാ ഗോമു. ഞാൻ കുറെ കൂടെ കരുതണമായിരുന്നു. എങ്ങോട്ടാ? അത് വായനശാലയിലേക്ക്. അവിടുത്തെ മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്യണം. എല്ലാം ക്ലോസ് ചെയ്യണം. ചെല്ലേ. അഡ്മിഷനൊക്കെ ശരിയായി. അറിഞ്ഞു. പോയാലും ഞാനിനി ഓണത്തിൻ്റെ അവധിക്കേ വരൂ. അന്ന് നിങ്ങളിവിടെ ഉണ്ടാവില്ലല്ലോ. അങ്ങ് പോവില്ലേ? എങ്ങ്? ഭർത്താവിൻ്റെ വീട്ടിൽ. പോണേന് മുമ്പ് എനിക്ക് രതി ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പപ്പു? സന്ധ്യയ്ക്ക് വരൂ, നമ്മുടെ കാവിൻ്റെ അവിടെ. ഇല്ല. വരണം. വേണ്ട പപ്പു. ഞാനവിടെ ഉണ്ടാവും രാത്രി മുഴുവൻ. രതി ചേച്ചി വരണം. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ വരണം.
ചേച്ചിയല്ലേ ഇപ്പൊ എല്ലാരും വഴക്ക് പറയുന്നേ? അത് സാരമില്ല. ഞാനല്ലേ അതിന് കാരണക്കാരൻ? അല്ല. അല്ലേ? ഒട്ടും അല്ല. ഞാനല്ലേ മുതിർന്നവൻ, കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പെരുമാറേണ്ടിയിരുന്നു. പപ്പു വാ പോം. വന്നേ. പപ്പു ചേച്ചി
പറയണ്ട. അപ്പൊ ചോദ്യം വഴക്കൊക്കെയാവും. സാരമില്ല, ആരോടൊന്നും പറയണ്ട. വേഗം എല്ലാരും ഒന്ന് വരണേ. എല്ലാരും താങ്ങി ഒന്ന് അടങ്ങി നാരായണി. അയ്യോ എന്റെ കുഞ്ഞിനെ വിഷത്തിണ്ട്. സാവിത്രി എന്റെ കുഞ്ഞ്. അയ്യോ എന്നെ വിട്, ഞാൻ പോട്ടെ. അയ്യോ എന്നെ വിട്. അയ്യോ എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ് എനിക്ക് വയ്യ. അയ്യോ എന്റെ ദൈവം. പാവം രതി. ഭാരതി, നമുക്ക് അവിടെ അവസ്ഥ ഒന്ന് പോയി നോക്കിയാലോ? പക്ഷെ ചേച്ചി, ഈ രാത്രിയിൽ എങ്ങനെയാ നമ്മള്? ചേച്ചി പറഞ്ഞാൽ എൻ്റെ ശരി. ആ കൊച്ചിനെന്തായെന്ന് നോക്കേണ്ടത് നമ്മുടെയും കൂടെ കടമയാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടി രാത്രി ഇനി ഒരു ഉറക്കം വേണ്ട. നാളെ പുലർച്ചെ പപ്പുവിന് പോകണ്ടല്ലേ. ഏതായാലും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ചേട്ടാ പോകാറായിരുന്നു. ഇന്ന് തന്നെ മടങ്ങോ? ആ, ഹോസ്റ്റലിലാക്കിയ പിന്നെ എനിക്ക് തന്നെ മടങ്ങാമല്ലോ. ഹോസ്റ്റൽ വാർഡനെ കാണില്ലേ? ഓ, കാണാം. മോൻ നന്നായിട്ട് പഠിക്കണം. കൂട്ടും സെറ്റും കൂടി കളിച്ചു നടക്കരുത്. ഓനെ, എന്താവശ്യം ഉണ്ടെങ്കിലും എഴുതണം കേട്ടോ. വേഗം നടക്ക്. എന്തിട്ടാ, സുഖല്ലേ? ഒന്നുമില്ല. മോനെ പറയുന്നത് ചേച്ചി പറയുന്നേക്ക്.
എനിക്ക് കാണണം. ചേച്ചി ബസ് വന്നു. ഞാനത് കണ്ടുവിട്ട് ചേച്ചി വണ്ടി പോട്ടെ. പപ്പു ഞാൻ